ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഡോൾ കേക്കിൻ്റെ മോൾഡില്ലാതെ ഒരു ഡോൾ കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ്. പിന്നെ ഇതൊരു ഡെക്കറേഷൻ ചെയ്ത് കൊളായൊരു ഡോൾ കേക്ക് കൂടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1 kg ബാറ്ററിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. മാംഗോ ഫ്ലേവറിലുള്ള കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1/2 കിലോൻ്റെ പാനിലും പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലും ആക്കിയിട്ട് നമ്മൾ ബോൾ കേക്ക് ചെയ്ത പോലെ തന്നെ അങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മാംഗോ കേക്കിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, മാംഗോ ട്രഫിൾ കേക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇതുപോലെ ലെയർ ആക്കിയിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഡോളൊന്ന് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സൈഡൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഒന്നുകൂടി ഷേപ്പാക്കി എടുക്കാം. വൈറ്റും റെഡും കോമ്പിനേഷനിലുള്ള ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു നോസിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ പ്ലേറ്റ്സ് ആയിട്ട് വന്നോളും. അങ്ങനെ ഇത് ഫുള്ളായിട്ട് മുകളിൽ വരെ ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. വിപ്പിംഗ് ക്രീമിൽ കളർ മിക്സ് ചെയ്താൽ ലൂസായാൽ ഇതുപോലെ പ്ലേറ്റ്സ് വരൂലേ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ കളർ ചേർക്കാതെ വൈറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. മുകൾ വശത്ത് ബോഡി പാർട്ടിൽ റെഡ് കളറും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പ്ലേറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ സ്റ്റാറിനോ വെച്ചിട്ട് ഇതുപോലെ ബോഡി പാർട്ട് ചെയ്തെടുക്കുകയാണ്. ഡോള് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള റെഡ് കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇതിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ്സിൽ വിപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
2 ലെയറിലും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേക്ക് ഡെക്കറേഷൻ കൊളായിട്ടുണ്ട്, എനിക്കിഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡോട്ട്സിനൊക്കെ ഒന്ന് ലൈൻസ് ആക്കി കൊടുത്തു. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം വെച്ചിട്ട് തന്നെ ലൈൻസ് ആക്കി കൊടുത്തു. അത് മൊത്തം കൊളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ 2 പ്ലേറ്റ്സ് എടുത്തിട്ട് ഇനി ആദ്യം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് വൈറ്റ് പ്ലേറ്റ്സ് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഡോളിൻ്റെ മാറ്റി കൊടുത്തിട്ട് ഞാനത് ആ ക്രീം ഏതായാലും അത് എടുത്ത് കളയാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേറെ അതിൻ്റെ 4 പുറകെ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വിപ്പിംഗ് ക്രീമൊക്കെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഡോളിനെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എങ്ങനെയൊക്കെ വരച്ചാലാണ് അത് ശരിയാവുക എന്നറിയില്ല. അതുപോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റാർ നോസിൽ തന്നെ ഈ ക്രീം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടുള്ള ഡിസൈൻ കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലേറ്റ്സ് തന്നെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ കൊളാക്കി എടുക്കുന്നുണ്ട്. ഈ ക്രീം തന്നെ വേസ്റ്റ് ആക്കാതെ ഇതിൽ വെക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതല്ലെങ്കിൽ പിന്നെ പുതിയ ക്രീം എടുത്തിട്ട് വൈറ്റ് പ്ലേറ്റ്സ് വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇപ്പോൾ ഈ ഡിസൈനും ആക്കിയിട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം കൊണ്ടാട്ടോ വലിച്ചെടുത്തിട്ട്. അപ്പോഴും അത് ശരിയായി കിട്ടുന്നില്ല കേട്ടോ. ഡോളിൻ്റെ മാറ്റി കൊടുക്കുകയാണ്, പാവം ഡോള്. ഇനി ചെറിയ ഭാഗം കൊണ്ടാക്കിയിട്ടും എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ. ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി അതിൻ്റെ വലിയ ഭാഗം കൊണ്ടാണ് ഇനി ചെയ്തെടുക്കുന്നത്. ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡെക്കറേഷൻ. അപ്പം നമ്മൾ നല്ല വീഡിയോ ഇട്ടുന്നതിൻ്റെ ഇടയിൽ ഫ്ലോപ്പായ വീഡിയോയും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്തൊക്കെ കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡോളിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.